വിശദാംശങ്ങളിലേക്ക്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ കിടപ്പു രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നെന്ന് പരാതി. 70-കാരനായ ഷൺമുഖനെയാണ് ഏരൂരിലെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നത്. വീട്ടു സാധനങ്ങളടക്കം കടത്തിയെന്ന് വീട്ടുടമ. ഷൺമുഖനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മകനെതിരെ കേസെടുക്കുമെന്ന് പോലീസ്. വിവരങ്ങൾ AT അശ്വതി നൽകും. അശ്വതി, എങ്ങനെയാണ് സംഭവം? ഫിജി, ഈ മകനും കുടുംബവും ഒപ്പം തന്നെ ഈ അച്ഛനോ ഉൾപ്പെട്ട കുടുംബം ഇവിടെ താമസം തുടങ്ങിയിട്ട് 10 മാസമായി. ഏരൂരിലെ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് നിരവധി തവണ ഈ വീട്ടുടമയുമായി ഈ വാടക വിഷയത്തിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് ഈ സംഭവത്തിൽ ഇടപെടുകയും, അതായത് വാടക പ്രശ്നത്തിൽ ഇടപെടുകയും മറ്റും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 4 ദിവസമായി ഇയാളോട് ഇവിടെ നിന്നും ഇറങ്ങാനായിട്ട് വീട്ടുടമ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഈ മകൻ ഇവിടെ നിന്നും സാധനങ്ങളും മറ്റും മാറ്റിയിരുന്നു. പക്ഷേ ഈ അച്ഛനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 24 മണിക്കൂറോളം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ വീട്ടുടമ വ്യക്തമാക്കുന്നത്. തൊട്ടടുത്ത ആളുകളും മറ്റും വീട്ടുടമയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരാൾ അകത്തുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഒപ്പം വീട്ടുടമ അവിടെ ചെന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഈ മകനെ സംബന്ധിച്ച് മകനുമായി കോണ്ടാക്ട് ചെയ്യാനായിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോണ്ടാക്ട് ചെയ്തെങ്കിലും ഇയാൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പല സമയങ്ങളിലും പല കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ വാക്കുകളിൽ അവ്യക്തതയുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മകനെതിരെ ഇത്തരത്തിൽ അച്ഛനെ ഉപേക്ഷിച്ചു പോയ സംഭവത്തിൽ മകനെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ നഗരസഭാ അധികൃതരുടെയും സഹായത്തോടെയും മറ്റുമാണ് ഇപ്പോൾ ഈ പിതാവ് കിടപ്പ് രോഗിയാണ്. പിതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അടക്കം എത്തിയാണ് ഈ പിതാവിനെ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും മറ്റും നൽകി, ഒപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ വിദഗ്ധ ചികിത്സ മറ്റും നൽകാനായിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഈ മകന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും മറ്റും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കും. മാത്രമല്ല, ഈ അച്ഛനെ സംബന്ധിച്ച കാര്യങ്ങൾ 2 പെൺമക്കൾ കൂടി ഇദ്ദേഹത്തിനുണ്ട്. അവരെ കൂടി അറിയിച്ചിട്ടുണ്ട്. ഫിജി, അശ്വതി, ഇതിന് മക്കളോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? നിലവിൽ ഇക്കാര്യത്തിൽ ഈ മകനൊപ്പമാണ് അച്ഛനുണ്ടായിരുന്നത്. ഇതിലൊരു വ്യക്തത കൂടി വരാനുണ്ട്. അതായത് മകൻ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ അയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിലും പോലീസിനോട് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബ പ്രശ്നം ആകാം ഇതിന് പിന്നിൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. കാരണം അച്ഛനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വീട് ഉപേക്ഷിച്ച് പോകാൻ ഇവര് സാമ്പത്തികമായും വലിയ ഞെരുക്കത്തിലായിരുന്നു എന്ന് ഈ വീട്ടുടമയുടെ വാക്കുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. കാരണം വളരെ നാളുകളായിട്ട് വാടക പോലും കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് പലതവണ പോലീസുമായി ബന്ധപ്പെടുകയും പോലീസ് കേസാവുകയും പോലീസ് നേരിട്ട് ഇദ്ദേഹത്തോട് വാടക കൃത്യമായി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറണം എന്ന് ഈ വീട്ടുടമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അവിടെ നിന്ന് മാറാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മകനെ കസ്റ്റഡിയിലെടുത്ത് എന്തായാലും ചോദ്യം ചെയ്യും. കേസ് എടുക്കാൻ കൂടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അശ്വതി, ഒരു വിവരം കൂടി പങ്കുവെക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത്. ഈ മക്കൾ അപ്പനെ ഉപേക്ഷിച്ച് തീർച്ചയായും അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞു പോകാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 24 മണിക്കൂർ ഈ പിതാവിനൊപ്പം 24 മണിക്കൂറിലധികം ഈ പിതാവിനൊപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. മാത്രമല്ല, അദ്ദേഹം ദീർഘനേരം വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിച്ചിരുന്നില്ല. അത് തന്നെ വലിയ കുറ്റകൃത്യമാണ്. 70 വയസ്സിന് മുകളിലുള്ള ആളാണ്, കിടപ്പ് രോഗിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് തീർച്ചയായും വലിയ നിയമപ്രശ്നം കൂടിയാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ കേസെടുക്കാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷനെ കൂടി പ്രേരിപ്പിക്കുന്നത്. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന്റെ കേസും ഒപ്പം തന്നെ പോലീസ് എടുക്കുന്ന കേസും എന്തായാലും മകനൊപ്പം ഉണ്ടാകും, മകനെതിരെ ഉണ്ടാകും. കാരണം മറ്റ് ആളുകളോടോ അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പിതാവിനെ മാറ്റാൻ
അയാൾ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും അതൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. നിയമപരമായിട്ടും അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതിലാണ് ഇപ്പോൾ കേസുകളുമായിട്ട് അധികൃതർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മകനെ ചോദ്യം ചെയ്തതിൽ നിന്നായിരിക്കും, വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ നിന്നായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒപ്പം അശ്വതി, ഈ പിതാവിന്റെ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? മക്കൾ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ചോ മറ്റോ പിതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? അത് ആണ് ഏറ്റവും ഇതിലൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ പിതാവിന് കൃത്യമായി സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം പറയുന്നത് വളരെ അവ്യക്തമാണ്. മാത്രമല്ല മറ്റ് മക്കളെ സംബന്ധിച്ചും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. അതായത് കൃത്യമായി അദ്ദേഹത്തിൽ നിന്ന് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും കൂടി ഒരു വ്യക്തത വരാനുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഫിജി. ശരി അശ്വതി, എന്തായാലും ഒരു പിതാവിനോട് മക്കൾ കാണിക്കുന്ന ക്രൂരതയായി തന്നെ ഇത് കാണേണ്ടതുണ്ട്. പിതാവിനെ മക്കൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. വാടക വീട്ടിൽ കിടപ്പ് രോഗിയായ പിതാവിനെയാണ് മക്കൾ ഉപേക്ഷിച്ചത്. മകനുമായി ബന്ധപ്പെടാനുള്ള ശ്രമിക്കുകയാണ്. ഇപ്പോൾ മകനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നുള്ളൊരു വാർത്ത പുറകെ എത്തുന്നുണ്ട്. പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മക്കൾ കടന്നു കളഞ്ഞു. കിടപ്പ് രോഗിയായ അദ്ദേഹത്തിന് കൂടുതൽ കാര്യമായി പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവ്യക്തമാണ് എന്നും അശ്വതി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തലസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കരമനയിൽ കൊല്ലപ്പെട്ട അഖിലിന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.